ഇറ്റ്സ് കമ്മിങ് ഹോം. പതിറ്റാണ്ടുകളായി ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ആപ്തവാക്യമാണിത്. വളരെ പ്രതീക്ഷയോടെ ആരാധകർ ചൊല്ലുന്ന വാക്യം. പക്ഷേ ഓരോ തവണയും ആ വരികൾ വെറും വിലാപമായി മാത്രം ഒതുങ്ങി. 1966 ബോബി ചാൾട്ടണും സംഘവും വെംബ്ലിയിൽ ലോകകപ്പ് ഉയർത്തിയതിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട സംഘമാണിത്. കാലവും തെംസ് നദിയിലെ വെള്ളവും എത്രയോ മുന്നോട്ട് പോയി. പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ കൈയായി, അല്ലെങ്കിൽ റെഡ് കാർഡായി, മറ്റു ചിലപ്പോൾ പെനൽറ്റി ഷൂട്ടൗട്ടിൻ്റെ രൂപത്തിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞുപോയി. ഗാരി ലിനേക്കർ, ഡേവിഡ് ബെക്കാം, വെയ്ൻ റൂണി, സ്റ്റീവൻ ജെറാർഡ്, ഫ്രാങ്ക് ലാംപാർഡ് എന്നിങ്ങനെ നീളുന്ന സുവർണ്ണ തലമുറകൾ വരികയും പോവുകയും ചെയ്തു. പക്ഷേ പ്രീമിയർ ലീഗിലെ സൂപ്പർ താരങ്ങളെല്ലാം ഒന്നിച്ചണിനിരന്നിട്ടും ഒന്നും ചെയ്യാനായില്ല. എങ്കിലും ഇംഗ്ലണ്ടിന് ലോകമെമ്പാടും വലിയ ആരാധകരുണ്ട്. കേരളത്തിലും അങ്ങനെ തന്നെ. കാരണം ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗിൻ്റെ നടത്തിപ്പുകാരാണവർ. ഓരോ പൊസിഷനുള്ളവരെയും ബെഞ്ചിലിരിക്കുന്നവരെയും എല്ലാവർക്കും അറിയാം. 2026 ഇംഗ്ലണ്ടിന് ഇതൊരു പ്രതീക്ഷയുടെ വർഷമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിലേക്ക് ഇംഗ്ലണ്ട് വരുന്നത് കപ്പിൽ കുറഞ്ഞതൊന്നുമില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ്. തൻ്റെ 26 അംഗ പടയാളികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോച്ച് തോമസ് ടുഹേൽ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇത്രമാത്രം: എനിക്ക് ഏറ്റവും പ്രശസ്തരായ 26 പേരുകളെയല്ല വേണ്ടത്, മറിച്ച് ഈ യുദ്ധം ജയിക്കാൻ കെൽപ്പുള്ള 26 വേട്ടക്കാരെയാണ് എനിക്ക് ആവശ്യം. ഈ പടയൊരുക്കം പെട്ടെന്നുണ്ടായതല്ല. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കടുത്ത ക്വാളിഫയിങ് ക്യാമ്പുകളിൽ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇംഗ്ലണ്ട് യോഗ്യത നേടിയത്. വെറുമൊരു യോഗ്യതയല്ല, ഉടനീളം ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റിയിലായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ പെർഫോമൻസ്. ഈ യോഗ്യതാ റൗണ്ടിൽ ആകെ 10 മത്സരങ്ങളിലാണ് 3 ലൈൻസ് ബൂട്ട് കെട്ടിയത്. ഒരു മത്സരത്തിൽ പോലും അവർക്ക് കാലിടറിയില്ല. ആകെ 28 ഗോളുകൾ ഇംഗ്ലണ്ട് അടിച്ചു കയറ്റിയപ്പോൾ കൺസീഡ് ചെയ്തത് വെറും 3 ഗോളുകൾ മാത്രം. 8 ഗോളുകൾ നേടിയ ഹാരി കെയ്ൻ തന്നെയാണ് ഗോളടിയിൽ മുന്നിൽ. ആരാണ് ആ 26 പേർ? ചില സർപ്രൈസ് മാറ്റി നിർത്തലുകളുണ്ട്. എന്നാൽ എടുത്തവരെക്കുറിച്ച് വിമർശിക്കാനുമില്ല. അനുഭവസമ്പത്തിൻ്റെ കനലും യുവരക്തത്തിൻ്റെ തിളപ്പും കൃത്യമായി ചേർത്ത് വെച്ചൊരു സ്ക്വാഡ്. ടീമിലെ 6 കളിക്കാർക്ക് 50-ലധികം അന്താരാഷ്ട്ര യുദ്ധങ്ങളുടെ പരിചയസമ്പത്തുണ്ടെങ്കിൽ 10 പേർ വെറും 10-ൽ കുറവ് മത്സരങ്ങൾ കളിച്ചവരാണ്. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ഗണ്ണേഴ്സിൽ നിന്നും രണ്ടാമന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും 4 കളിക്കാർ വീതം ഈ ടീമിലുണ്ട്. പക്ഷേ ലിവർപൂളിൽ നിന്ന് ഒരൊറ്റ താരം പോലും ഈ ടീമിലില്ല. 1986 ശേഷം ഇതാദ്യമായാണ് ലിവർപൂൾ താരങ്ങളില്ലാതെ ഇംഗ്ലണ്ട് ഒരു ലോകകപ്പിന് ഇറങ്ങുന്നത്. ഈ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കാം. പോയ 2 ലോകകപ്പിലും ഇംഗ്ലണ്ടിൻ്റെ വല കാത്ത എവർട്ടൻ്റെ ജോർഡൻ പിക്ഫോർഡ് 1-ാം നമ്പറായി തന്നെയുണ്ട്. പെനൽറ്റി കിക്കുകൾ തടുക്കാനും വിദഗ്ധനാണ് പിക്ഫോർഡ്. ക്രിസ്റ്റൽ പാലസിൻ്റെ ഡീൻ ഹെൻഡേഴ്സണും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജെയിംസ് ട്രാഫോർഡുമാണ് മറ്റു ഓപ്ഷനുകൾ. അറ്റാക്ക് വിന്യൂ ഗെയിംസ്, ഡിഫൻസ് വിന്യൂ ടൈറ്റിൽസ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഡിഫൻസിലാണ് ടുഹേൽ കടുത്ത ശസ്ത്രക്രിയ നടത്തിയത്. ചെൽസിയുടെ റീസെ ജെയിംസ്, ആസ്റ്റൺ വില്ലയുടെ എസ്രി കോൺസ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജോൺ സ്റ്റോൺസ് മാർഗുവേയി, ന്യൂകാസിലിൻ്റെ ആകാശമതിലായ ഡാൻ ബേൺ, ടിനോ ലിവറാമെൻറ്റോ, ടോട്ടനത്തിൻ്റെ ഡിജർ സ്പെൻസ്, ജർമ്മനിയിൽ മിന്നിത്തിളങ്ങുന്ന ജാരൽ കോൺസ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പുതിയ താരോദയം നീക്കോ ഒറേലി എന്നിവരാണ് ഡിഫൻസിൽ സ്ക്വാഡിലുള്ളത്. ഐസ്ലൻഡിൻ്റെ പോരാളി ഡെക്കാൻ റെൽസ് നയിക്കുന്ന മധ്യനിരയും സ്ട്രോങ് ആണ്. ഒപ്പം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ എലിയറ്റ് ആൻഡേഴ്സണുമുണ്ട്. അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കമുള്ളവർ ലക്ഷ്യമിടുന്ന താരമാണ് ആൻഡേഴ്സൺ. കാരിക്കിൻ്റെ വരവോടെ യുണൈറ്റഡിൽ ഫോം വീണ്ടെടുത്ത കോബി മൈനു, എക്സ്പീരിയൻസ്ഡായ ജോർഡൻ ഹെൻഡേഴ്സൺ, ആസ്റ്റൺ വില്ലയുടെ മോർഗൻ റോഗേഴ്സ്, റയലിൻ്റെ സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗാം, ഐസ്ലൻഡിൻ്റെ മജീഷ്യൻ എബ്രേച്ചിയസ് എന്നിവരടങ്ങുന്ന മിഡ്ഫീൽഡും അതിശക്തം തന്നെ. മുന്നേറ്റ നിരയിലും കാര്യങ്ങൾ സമാനം തന്നെ. ബയണിൽ മിന്നും ഫോമിൽ കളിക്കുന്ന ക്യാപ്റ്റൻ ഹാരി കെയ്ൻ നയിക്കുന്ന കൊലയാളി സംഘം. സൗദി ലീഗിൽ ഗോളടിച്ചു കൂട്ടി ഇവൻ ടോണി, ആസ്റ്റൺ വില്ലയുടെ ഫിനിഷർ ഒലി വാറ്റ്കിൻസ്, കുതിച്ചോടുന്ന ബുക്കായോ സാക്ക, ബാഴ്സലോണയിൽ പുനർജനിച്ച മാർക്കസ് റാഷ്ഫോർഡ്, ന്യൂകാസിലിൻ്റെ ആന്റണി ഗോർഡൻ, ഐസ്ലൻഡിൻ്റെ നോനി മദ്വേക്ക എന്നിവരും ചേരുമ്പോൾ ടൂർണമെൻറ്റിലെ ഏറ്റവും ശക്തമായ അറ്റാക്കിംഗ് നിരകളിലൊന്നായി ഇംഗ്ലണ്ട് മാറുന്നു. ഓഫ് കോഴ്സ് ടീം ഇംഗ്ലണ്ടാണ്. പലരും വരുമ്പോൾ മറ്റു പലർക്കും മാറി നിൽക്കേണ്ടി വരും. ഇക്കുറി മാറ്റി നിർത്തപ്പെട്ടതും വലിയ പേരുകൾ തന്നെയാണ്. ഡിഫൻസിൽ ഹാരി മെഗിയർ, ലൂക്ക് ഷാ എന്നിവരില്ലാത്തതാണ് ഏറ്റവും വലിയ വാർത്ത. 2 പേരും ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിലെ സ്ഥിരം പേരുകാരായിരുന്നു. മഗിയറും കുടുംബവും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതും കണ്ടു. കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്, ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ്. പാസിംഗ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്ന ഈ റൈറ്റ് ബാക്കിൻ്റെ അഭാവവും പലരെയും ഞെട്ടിച്ചു. ലിവർപൂളിൽ നിന്നും റയലിലേക്ക് പോയ അർണോൾഡിൻ്റെ മറ്റൊരു ഡൗൺഫാൾ. അറ്റാക്കിങ്ങിലും ഒരുപാട് പേരുകൾ പുറത്തുപോയിട്ടുണ്ട്. അതിൽ പ്രധാനം ഫിൽ ഫോഡനും കോൾ പാമറുമാണ്. ഇംഗ്ലണ്ടിൻ്റെ ഭാവി താരങ്ങളെന്ന് വിളിക്കപ്പെട്ട ഇരുവരെയും ടുഹേൽ ഒരു കുറ്റബോധവുമില്ലാതെയാണ് പുറത്തിരുത്തിയത്. 2 പേരും ലീഗിൽ മോശം ഫോമിലായിരുന്നു എന്നതും മറക്കാനാകില്ല. ജെറാർഡ് ബോവൻ, മോർഗൻ ഗിബ്സ് വൈറ്റ്, ലെവി കോൾവിൽ തുടങ്ങിയവർക്കും ടീമിൽ ഇടം കിട്ടിയില്ല. ജാക്ക് ഗ്രീലിഷ് പരിക്കിനെ തുടർന്നുണ്ടാകില്ലെന്ന് നേരത്തെ ഉറപ്പായിരുന്നു. സൗദി ലീഗിൽ കളിക്കുന്ന ഐവൻ ടോണി ടീമിൽ ഇടം പിടിച്ചപ്പോഴാണ് പ്രീമിയർ ലീഗിലെ പലർക്കും സ്ഥാനം കിട്ടാഞ്ഞത് എന്ന കൗതുകമുണ്ട്. കോച്ച് തോമസ് ടുഹേൽ ഒരു പ്രായോഗികതാവാദിയാണ്.
ചെൽസിയെ അപ്രതീക്ഷിതമായി ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാക്കിയ മിടുക്കും മെസ്സി, നെയ്മർ, എംബാപ്പെ എന്നിവരടങ്ങിയ PSG മിന്നും താരങ്ങളെ ഡീൽ ചെയ്തും ടുഹേലിന് പരിചയമുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ടിൽ കൃത്യമായ അറ്റാക്കിംഗ് ഇൻറ്റൻസിറ്റിയും ടീമിനുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ഈ ക്വാളിഫയിങ് റൗണ്ടിൽ ആകെ 63 ഷോട്ടുകളാണ് ടാർഗറ്റിലേക്ക് തൊടുത്തത്. ബോക്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ ടച്ചുകൾ നേടിയ ടീമുകളിലൊന്നും ഇംഗ്ലണ്ടായിരുന്നു. ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കാലത്ത് 2 യൂറോ റണ്ണറപ്പും ഒരു ലോകകപ്പ് സെമിയും ഉൾപ്പെടെ റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കളിശൈലിയിലും അപ്രോച്ചിലും ആരാധകർക്കടക്കം വലിയ വിമർശനമുണ്ടായിരുന്നു. ടുഹേൽ ആ ബോറിംഗ് കളിശൈലി മാറ്റുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പ്രീമിയർ ലീഗിലെ ആ കടുത്ത പ്രസ്സിംഗ് ഗെയിം അമേരിക്കയിലെ കത്തുന്ന ചൂടിൽ നടപ്പാകില്ല എന്ന് ടുഹേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുള്ള ടീം പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ടീമിലെ ഭൂരിഭാഗം കളിക്കാരും ഒന്നിലധികം റോളുകൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. റീസ് ജെയിംസിന് റൈറ്റ് ബാക്കായും മധ്യനിരയിലും കളിക്കാം. നിക്കോ ഒറേലിക്ക് ലെഫ്റ്റ് ബാക്കായും മിഡ്ഫീൽഡായും തിളങ്ങാം. ഇത്തരം പരിഗണനകൾക്ക് ടുഹേൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൂടാതെ പെനൽറ്റി, സെറ്റ് പീസ് വിദഗ്ധരെയും ടുഹേൽ ടീമിലെടുത്തു. ഇത്രയും താരനിബിഡമായ സംഘത്തിൽ നിന്നും ഒരു ഫൈനൽ 11 സെലക്ട് ചെയ്യുക എന്നതാണ് ടുഹേലിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം. കൂടാതെ ഇത് ടീം ഇംഗ്ലണ്ടാണ്. വലിയ മാധ്യമ വിചാരണയും വിവിധ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളുമെല്ലാം കേൾക്കേണ്ടി വരും. വിജയിക്കുകയാണെങ്കിൽ ടുഹേലിന് എല്ലാത്തിനും ഉത്തരം നൽകാം, അല്ലെങ്കിൽ എല്ലാത്തിനും മറുപടിയും നൽകേണ്ടി വരും. അപ്പോൾ ഇംഗ്ലണ്ട് ഫാൻസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ?